നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിനിടയിൽ കേരളം തിരഞ്ഞ ഒന്നാണ് ആരാണ് ആ യുവാവെന്ന്. ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു തീയതി, എക്സിബിഷന്റെ തീയതി നാളെ നമ്മൾ അറിയിക്കും. തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡ് ആണ് കേരളം തിരഞ്ഞ ആ യുവാവ്. മുൻകരുതലിൽ പാളിച്ചല്ല, നമ്മളിപ്പം പെട്ടെന്നൊരു സംഘർഷാവസ്ഥയുള്ളപ്പോൾ നമ്മളിപ്പോ ഇന്നത് ചെയ്യുന്നു. പിള്ളേർക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആളെ ചുള്ളന. സമാധിക്കൊപ്പം വൈറലായി സബ് കളക്ടർ. എല്ലാ സമൂഹ മാധ്യമത്തിലും ഒരുപോലെ ചർച്ച ഈ സബ് കളക്ടറെ ചുറ്റിപ്പറ്റിയാണ്. അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. തുടർന്ന് വന്നത് ട്രോളുകളും മീമുകളുടെയും പെരുമഴ. കളക്ടർ സിംഗിൾ ആണോ, ഗോപൻ സ്വാമിക്ക് നന്ദി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. എല്ലാവർക്കും എന്നെ മതി. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ശവങ്ങളും ഒരുത്തന്റെ മണം അടിച്ചപ്പോഴേക്കും രണ്ടിനും. അത് പിന്നെ ഞങ്ങള് പെണ്ണുങ്ങളല്ലേടി. നമ്മൾ പ്യുവർലി ലീഗൽ ബേസിസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം അതിന്റെ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ബട്ട് ബിഫോർ ദാറ്റ് എനി ഡൗട്ട്സ്? സർ കല്യാണം കഴിച്ചതാണോ? ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കയറി സ്റ്റാറായി. എങ്ങനെ സ്റ്റാർ ആവാതിരിക്കടി? ഹീസ് ഹോട്ട്, ഹാൻസം ആൻഡ് സ്മാർട്ട്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, ഐ ഫെൽറ്റ് ഇറ്റ്. കണ്ണൂർകാരനാണ് ആൽഫ്രഡ്. 2022 അദ്ദേഹത്തിന് IAS ലഭിക്കുന്നത്. 57ാം റാങ്ക് നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. ആളൊരു വേന്ദ്രനാ. എന്താ സാർ? ഒന്നുമില്ല, ഇത്ര ചെറുപ്പത്തിൽ IAS അടിച്ചെടുത്ത് പറഞ്ഞല്ലോ. പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായി സേവനം അനുഷ്ഠിച്ച ആൽഫ്രഡ് 2024 സെപ്റ്റംബർ 9 തിരുവനന്തപുരം സബ് കളക്ടറായി ചുമതലയേറ്റു. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും.